Hi dear students, today we are going to study spinal cord. Last class we studied structure of brain, neuron, different types of neuron, all these we already studied. Today we are going to study spinal cord. Spinal cord is a continuation of brain. You know, vertebral column. നമ്മുടെ നട്ടലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നട്ടലിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്പൈനൽ കോഡ്. You can see the picture, spinal cord. The cross section of the spinal cord, it have mainly two parts, dorsal root and ventral root. You already studied sensory nerve, motor neuron and mixed neuron. The sensory nerve coming through that dorsal root and going through ventral root. Two parts you can see here, dorsal root and ventral root. രണ്ട് ഭാഗങ്ങളാണ് സ്പൈനൽ കോഡിനുള്ളത്, ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്. ഡോർസൽ റൂട്ടിലൂടെയാണ് സെൻസറി നെർവ് വരുന്നതെങ്കിൽ വെൻട്രൽ റൂട്ടിലൂടെയാണ് മോട്ടോ നെർവ് സ്പൈനൽ കോഡിന്റെ റിപ്ലൈ നമ്മുടെ ശരീരഭാഗങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ കൊണ്ടുപോകുന്നത്. ടു പാർട്സ് ആദ്യം ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്. പിന്നെ സ്പൈനൽ കോഡിന്റെ സെൻട്രലിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് സെൻട്രൽ കനാൽ. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൻട്രൽ കനാൽ. ഈ സെൻട്രൽ കനാലിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, മസ്തിഷ്കത്തിൽ കണ്ടിരുന്ന ഒരു ഫ്ലൂയിഡ് ആയിരുന്നു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ദാറ്റ് ഫ്ലൂയിഡ് പ്രസന്റ് ഹിയർ ഓൾസോ. ഈ സെൻട്രൽ കനാലിലും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊവൈഡിങ് ന്യൂട്രിയൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ചെയ്യുന്നത്. അപ്പം സ്പൈനൽ കോഡിന് പ്രധാനമായിരിക്കുന്ന ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് ആൻഡ് സെൻട്രൽ കനാൽ. ദാറ്റ് സെൻട്രൽ കനാൽ ഈസ് ഫിൽഡ് വിത്ത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഔട്ടർ പാർട്ട് എന്ത് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്? പിന്നെ മെനിഞ്ചസ് എന്ന ലെയർ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഇതിന് ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ പറയുന്നുണ്ട്. ഈ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ ബ്രെയിൻ്റെ പാർട്സിൽ നമ്മൾ പറയേണ്ടതായിരുന്നു. അതായത് ബ്രെയിന് രണ്ട് വശങ്ങൾ. നിങ്ങൾ ബ്രെയിന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കണ്ടു, സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലാങ്കറ്റ്. ഇതിന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സെറിബ്രം നമ്മൾ എടുക്കുകയാണ്. സെറിബ്രം ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഈ സെറിബ്രത്തിന്റെ പുറം ഭാഗത്തെ നമ്മൾ വിളിക്കും കോർട്ടക്സ് എന്നും ഉൾഭാഗത്ത് നമ്മൾ വിളിക്കും മെഡുല്ല എന്നും. ഈ കോർട്ടക്സിൽ കാണപ്പെടുന്നതാണ് ഗ്രേ മാറ്റർ, ഉൾഭാഗം വൈറ്റ് മാറ്റർ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സെറിബ്രത്തിന്റെ പുറംഭാഗം കോർട്ടക്സും ഉൾഭാഗം മെഡുല്ലയും. പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രേ മാറ്ററിനാലെയും ഉൾഭാഗം is made, the inner side is made up of white matter. The outer cortex is made up of gray matter and the inner medulla is made up of white matter. So what is gray matter? What is white matter? Gray matter is nothing but it is a part of brain and spinal cord where myelinated neurons are seen. ന്യൂറോണിന്റെ ചിത്രം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ന്യൂറോണിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സൈറ്റോൺ, ആക്സോൺ, ആക്സോൺ സിനാപ്റ്റിക് നോഡ്. ഈ ആക്സോണിന്റെ മുകളിൽ കാണപ്പെടുന്ന ആ ഉണ്ട, അതിനെ നമുക്ക് വിളിക്കാം മൈലിൻ ഷീത്ത്. ഈ മൈലിൻ ഷീത്തോട് കൂടിയിട്ടുള്ള ന്യൂറോൺസുകൾ കാണപ്പെടുന്ന ബ്രെയിന്റെയും സ്പൈനൽ കോഡിന്റെയും ഭാഗമാണ് യഥാർത്ഥത്തിൽ ഗ്രേ മാറ്റർ. ഞാൻ ഒരിക്കൽ കൂടി പറയാം, വാട്ട് ഈസ് ഗ്രേ മാറ്റർ? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വേർ മൈലിനേറ്റഡ് ന്യൂറോൺസ്, മൈലിൻ ഷീത്തോട് കൂടിയ ന്യൂറോൺസുകൾ കാണപ്പെടുന്ന ബ്രെയിന്റെയും സ്പൈനൽ കോഡിന്റെയും ഭാഗം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ മൈലിൻ ഷീത്തുള്ള ന്യൂറോൺസുകൾ കാണപ്പെടുന്ന ഭാഗമാണ്. ഇനി മൈലിൻ ഷീത്ത് ഇല്ലെങ്കിലോ അതിന് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയും. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വേർ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആർ സീൻ. എന്താണ് നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ? അതിന്റെ മുകളിൽ ആ ന്യൂറോൺസ്, അവിടെ കാണുന്ന ന്യൂറോൺസിന്റെ മുകളിൽ എന്തില്ല? മൈലിൻ ഷീത്ത് ഇല്ല. മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകൾ കാണപ്പെടുന്ന ബ്രെയിന്റെയും സ്പൈനൽ കോഡിന്റെയും ഭാഗമാണ് യഥാർത്ഥത്തിൽ വൈറ്റ് മാറ്റർ. വൈറ്റ് കളറിലായിരിക്കും ആ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം രണ്ട് ഭാഗമാണ് ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ. ഗ്രേ മാറ്ററിൽ ന്യൂറോൺസിന്റെ മുകളിൽ മൈലിൻ ഷീത്ത് കാണാം, വൈറ്റ് മാറ്ററിൽ ന്യൂറോൺസിന്റെ മുകളിൽ മൈലിൻ ഷീത്ത് കാണാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം സ്പൈനൽ കോഡ് നിങ്ങൾ കണ്ടു, ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, സെൻട്രൽ കനാൽ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റിഫ്ലക്സ് ആക്ഷനാണ്. റിഫ്ലക്സ് ആക്ഷൻ പേരിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. കണ്ണിന്റെ നേരെ ഒരാൾ ടോർച്ച് അടിക്കുകയാണ്. നമ്മൾ കണ്ണിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയോ? ഒരിക്കലുമില്ല.
ചൂടുള്ള വസ്തുവിൽ കൈകൊണ്ട് സ്പർശിക്കുകയാണ്. നല്ല സുഖം എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയോ? അതുമില്ല, കൈ പിൻവലിക്കും. കാലിൽ നടന്നു പോകുന്ന സമയത്ത് കാലിൽ മുള്ള സ്പർശിക്കുകയാണ്. കാലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയോ മുള്ളിൽ? ഇല്ല, നമ്മൾ കാൽ പെട്ടെന്ന് പിൻവലിക്കും. കണ്ണിൻ്റെ നേരെ പ്രാണി വരുന്ന സമയത്ത്, ടോർച്ച് അടിക്കുന്ന സമയത്ത്, ലൈറ്റ് വരുന്ന സമയത്തൊക്കെ നമ്മൾ. അപ്പം ഇതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലാണോ? അല്ല. അതായത് ഇവിടെ നമ്മൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റിയാക്ഷൻ ഓഫ് ദ ബോഡി. ആക്സിഡന്റൽ ആയിട്ടും ഇൻവോളണ്ടറി ആയിട്ടും, ആക്സിഡന്റലാണ്, ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന ഒരു സംഭവം. ഇൻവോളണ്ടറി നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഉള്ളിൽ കാല് സ്പർശിക്കുന്ന സമയത്ത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മൾ കാൽ പിൻവലിക്കുന്നു. ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ് ഓഫ് ദ ബോഡി അക്കോർഡിംഗ് ടു ദി സ്റ്റിമുലേഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആക്ഷൻ. ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റിയാക്ഷൻ ഓഫ് ദ ബോഡി ഇൻ റെസ്പോൺസ് ടു എ സ്റ്റിമുലൈ. ഒരു സ്റ്റിമുലസിനനുസരിച്ച് എൻ്റെ ബോഡി റിയാക്ട് ചെയ്യാണ്. കണ്ണിൻ്റെ നേരെ സ്റ്റിമുലസ് വരികയാണ്, അത് പ്രകാശം വരുന്ന സമയത്ത് എൻ്റെ ബോഡി ഞാനറിയാതെ തന്നെ ഇൻവോളണ്ടറി ആയിട്ട്, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ കണ്ണങ്ങട്ടടിക്കും. നിയന്ത്രണത്തിലല്ലാതെ മുള്ളിൽ സ്പർശിക്കുന്ന സമയത്ത്, ചൂടിൽ സ്പർശിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ കൈ പിൻവലിക്കും. ദാറ്റ് ഈസ് എ റിഫ്ലക്സ് ആക്ഷൻ. ഇവിടെ ഇമ്പൾസസ് ആർ ക്യാരിഡ് ഇൻ ടു ദി സ്പൈനൽ കോഡ് ആൻഡ് റിപ്ലൈ ഓൾസോ കമ്മിങ് ഫ്രം ദെയർ. സ്പൈനൽ കോഡിൽ നിന്നാണ് ഇതിന്റെ റിപ്ലൈയും വരുന്നത്. അങ്ങോട്ട് പോകുന്നു, റിപ്ലൈ വരുന്നു. എല്ലാം സ്പൈനൽ കോഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്നാണ്. അപ്പം റിഫ്ലക്സ് ആക്ഷനിൽ കാര്യമായിട്ട് ബ്രെയിനിൽ നിന്ന് നടക്കുന്ന റിഫ്ലക്സ് ആക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആക്ഷൻ വിച്ച് ഈസ് ഫോമിംഗ് ഫ്രം ബ്രെയിൻ ഇസ് കോൾഡ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റിഫ്ലക്സ് ആക്ഷൻ. ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി റിയാക്ഷൻ ഓഫ് ദ ബോഡി ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലൈ. ഒരു സ്റ്റിമുലസിനനുസരിച്ച് എൻ്റെ ശരീരം പ്രതികരിക്കുകയാണ്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ. ദാറ്റ് ഈസ് റിഫ്ലക്സ് ആക്ഷൻ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് ഈ റിഫ്ലക്സ് ആക്ഷനിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്. ആദ്യം ചൂടുള്ള വസ്തുവാണിതെന്ന് കരുതുക. ഹോട്ട് സബ്സ്റ്റൻസ്. When my fingertip unknowingly touches a thorn അല്ലെങ്കിൽ hot substance, ഒരു ചൂടുള്ള വസ്തുവിൽ എന്നെ വിരൽത്തുമ്പ് കൊണ്ട് അറിയാതെ തൊടുകയാണ്. ഇവിടെ റിസെപ്റ്റേഴ്സ് കാണാം. റിസെപ്റ്റേഴ്സ് ആർ ദി മോഡിഫൈഡ് ന്യൂറോൺ. റിസെപ്റ്റേഴ്സ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. സ്റ്റിമുലേഷൻ സംഭവിക്കുകയാണ്. അപ്പം ചൂടുള്ള വസ്തുവിൽ തൊടുന്നു, ഇവിടെ റിസെപ്റ്റേഴ്സ് ഉണ്ട്, ഇമ്പൾസ്, അവിടെ മെസ്സേജ് ഉണ്ടാവും, ചൂട്, ഇലക്ട്രിക് ചാർജ് ആയിട്ട് കടന്നു പോകും. ഏത് നെർവാണ് ഇതിനെ കൊണ്ടുപോവുക? സെൻസറി നെർവ്. അപ്പം സ്റ്റിമുലസ്, ഇമ്പൾസ് ജനറേഷൻ, സെൻസറി നെർവ് ക്യാരിയിങ് ഇമ്പൾസസ് ഇൻടു സ്പൈനൽ കോഡിലേക്കോ അല്ലെങ്കിൽ ബ്രെയിനിലേക്ക്. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്പൈനൽ കോഡിലേക്കാണ് പോവാം. സ്പൈനൽ കോഡ്, സ്പൈനൽ കോഡിന്റെ രണ്ട് ഭാഗമുണ്ട്, ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്. ഡോർസൽ റൂട്ടിലൂടെ വരുന്നു, എന്നിട്ട് ഡോർസൽ റൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സെൻസറി നെർവാണ്. എന്നിട്ട് അവിടെ കാണുന്ന നെർവ് ഉണ്ട്, ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്ന നെർവ്. അപ്പൊ സെൻസറി നെർവ് ക്യാരിയിങ് ഇമ്പൾസസ് ഇൻടു ദി സ്പൈനൽ കോഡ്, ഡോർസൽ റൂട്ടിലൂടെ വരുന്നു. അവിടെ ഇന്റർ ന്യൂറോൺ കണക്ട് സെൻസറി നെർവ് വിത്ത് മോട്ടോർ നെർവ്. വെൻട്രൽ റൂട്ടിൽ നിന്ന് റിപ്ലൈ പോകേണ്ടത്, നമ്മുടെ കൈ പിൻവലിയേണ്ടത്. അപ്പം റിപ്ലൈ പോകേണ്ടത് വെൻട്രൽ റൂട്ടിലൂടെയാണ്. അപ്പം സെൻസറി നെർവ് ക്യാരിയിങ് ഇമ്പൾസസ് ഇൻടു സ്പൈനൽ കോഡ്, ഇന്റർ ന്യൂറോൺ. ഇന്റർ ന്യൂറോൺ കണക്ട്, ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സെൻസറി നെർവ് വിത്ത് മോട്ടോർ നെർവ്. സെൻസറി ന്യൂറോൺ വിത്ത് മോട്ടോർ ന്യൂറോൺ. അങ്ങനെ മോട്ടോർ ന്യൂറോൺ ക്യാരി ദ റിപ്ലൈ ഓഫ് സ്പൈനൽ കോഡ് ടു ദി റിലേറ്റഡ് മസിൽസ്. കൈ ഇവിടെയാണ് ഉള്ളത് സ്പർശിച്ചെങ്കിൽ ഈ മസിലിലേക്കൊക്കെ ഈ സ്പൈനൽ കോഡിന്റെ റിപ്ലൈ കൊണ്ടുവരുന്നത് മോട്ടോർ ന്യൂറോൺ ആണ്. ബൈ ദി ആക്ഷൻസ് ഓഫ് ദി മസിൽസ് ആൻഡ് വിഡ്രോവൽ. അപ്പോൾ ഈ പാർട്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസെപ്റ്റേഴ്സ്, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ ആൻഡ് മസിൽസ്. ദീസ് ആർ ദ. മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ഭാഗം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കേട്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. റിസെപ്റ്റേഴ്സ്, സെൻസറി ന്യൂറോൺ, motor neuron, interneuron, motor neuron, muscles. All these are the parts involving in the process of reflex action. ഇപ്പോൾ ഇവിടെ ഇമ്പൾസ് പോയിട്ടുള്ള ഒരു വഴി നിങ്ങൾ കണ്ടില്ലേ? റിസെപ്റ്റേഴ്സ്, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, then related muscle. ഇപ്പോൾ ഇമ്പൾസ് പോയിട്ടുള്ള ഈ വഴി, the path of impulse in reflex action, ഈ റിഫ്ലക്സ് ആക്ഷനിൽ ഇമ്പൾസുകൾ കടന്നു പോയിട്ടുള്ള ഈ വഴിയെ പറയുന്ന, ഈ പാത്തിനെ പറയുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. അപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ എന്താണ്? Accidental and involuntary reaction of the body in response to stimuli. What is the reflex arc? The path of impulse in reflex action is called a reflex arc. Okay, for reflex action and the reflex arc എന്തെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്, we can divide our nervous system into two. We already studied that central nervous system and peripheral nervous system.
Which are the parts of central nervous system? Brain and spinal cord. Which are the parts of peripheral nervous system? 12 pairs of cranial nerves and 31 pairs of spinal nerves. All this you already studied. Today, we can divide our peripheral nervous system again, or we can just change the peripheral nervous system. It's a part of peripheral nervous system that we are studying that. Autonomous nervous system. That system is called autonomous nervous system. You can use your textbook also here. Autonomous nervous system. What is autonomous nervous system? It is a part of peripheral nervous system. What is autonomous nervous system? It is a part of peripheral nervous system. What is the function of autonomous nervous system? Which controlling the activities that take place in beyond our conscious level. What is that? I think you not understood. Autonomous nervous system which controlling the activities that take place in beyond our conscious level. നമ്മുടെ ബോധതലങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. എന്താ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ചെയ്യുന്നത്? നമ്മുടെ ബോധതലങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുക. ഉദാഹരണത്തിന് ദഹന വ്യവസ്ഥ, രക്തപരിയാനം, അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ കഴിയുമോ? ഇല്ല. BP, ബ്ലഡ് പ്രഷർ കൂടെ കുറയുക, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധതലങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങളാണ്. കൃഷ്ണമണി വികസിക്കുക, കുറേ അല്ലെ വലുതാക്കുക, ചെറുതാക്കുക, പ്യൂപ്പിൾ, ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ സങ്കല്പിച്ചാൽ മതി. നമ്മുടെ പിറകിൽ ഒരു പട്ടി ഓടിക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു പാമ്പ് ഓടിക്കുകയാണ്, നമ്മളെ എന്തോ ഒരു സാധനം നമ്മൾ ഓടിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും? ചുമ്മാ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുക? അല്ല. കണ്ണൊക്കെ ഇങ്ങനെ വികസിപ്പിച്ച് ശ്വസന പ്രക്രിയയൊക്കെ അങ്ങോട്ട് കൂടും, ഹാർട്ട് ബീറ്റ് അങ്ങോട്ട് കൂടിയിട്ട് ഭീതിജനകമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകണം. കാരണം ബേക്കിലിരിക്കുന്നത് ഈ സാധനമാണ്. ഓക്കെ, ഈ സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക? ഈ മാറ്റങ്ങളൊക്കെ നടത്തുന്ന യഥാർത്ഥത്തിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് പാർട്ടുകളായിരിക്കുന്ന സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവുമാണ്. വൺ ഈസ് sympathetic system and the second one is parasympathetic system. All these are the part of sympathetic and parasympathetic system are the parts of our autonomous nervous system. നമ്മുടെ autonomous nervous systemത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. സിമ്പത്തറ്റിക് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് രണ്ടും എന്താ ചെയ്യുന്നത്? സിമ്പത്തറ്റിക് സിസ്റ്റം കൂട്ടുന്ന കാര്യം, ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം കുറയ്ക്കുക, പാര വെക്കുകയാണ്. ഉദാഹരണത്തിന് സിമ്പത്തറ്റിക് സിസ്റ്റം ഹാർട്ട് ബീറ്റ് കൂട്ടി, അപ്പൊ പാര എന്ത് ചെയ്യും? പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഹാർട്ട് ബീറ്റ് കുറയ്ക്കും. അത് നിർബന്ധമാണ്. ഹാർട്ട് ബീറ്റ് ഇങ്ങനെ തുടരെ കൂടിക്കൊണ്ടിരുന്നാൽ പ്രശ്നമാണ്, അത് കുറയ്ക്കൽ നിർബന്ധമാണ്. അത് ചെയ്യുന്നത് ആരാണ്? പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ്. അപ്പോൾ സിമ്പത്തറ്റിക്കും പാരയും ടോട്ടൽ നമുക്ക് 18 പോയിന്റുകൾ ഇവിടെ പഠിക്കാനുണ്ട്. ഇവിടെ ചിത്രത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും ചെയ്യുന്ന ഫംഗ്ഷൻസുകൾ എന്തൊക്കെയാണ്. ആദ്യം സിമ്പത്തറ്റിക് സിസ്റ്റം നോക്കാം. പാര നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നതുമാണ്. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റം മാത്രം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനോട് ഏറെ കുറെ സാമ്യതയോട് കൂടിയിട്ട് പാര നിങ്ങൾക്ക് പഠിക്കാനാവും. അപ്പോൾ സിമ്പത്തറ്റിക്കിൻ്റെത് ആദ്യം നമുക്ക് നോക്കാം. ഡയജസ്റ്റീവ് സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമുക്ക് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്വഡിസസ്. പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്വഡിസസ്, ഉമിനീര് ഉൽപാദനം കുറയുന്നു. പെരിസ്റ്റാസിസ്, ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി സ്ലോഡർ. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി സ്ലോഡർ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദഹന പ്രക്രിയ അല്ലെങ്കിൽ ആമാശയ പ്രവർത്തനങ്ങൾ കുറയും, മന്ദീഭവിക്കും. പെരിസ്റ്റാസിസ് ഇൻ ദ സ്മോൾ ഇൻഡസ്ട്രി ഡിക്രീസസ്, സ്ലോ ഡൗൺ. സ്മോൾ ഇൻഡസ്ട്രിയിലൂടെയുള്ള പെരിസ്റ്റാസിസ് കുറയുന്നു. ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻടു ഗ്ലൂക്കോസ്. ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻടു ഗ്ലൂക്കോസ്. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയും പോയിന്റ് നമ്മൾ കണ്ടേ. ഇനി കൂടുന്നത് അതൊക്കെ സിമ്പത്തറ്റിക് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാർട്ട് പ്യൂപ്പിൾ ഡയലേറ്റ്, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ്, ട്രക്കിയ ഡയലേറ്റ്, ശ്വസനനാളം വികസിക്കും. അപ്പോൾ കുറയ്ക്കൽ ആരായിരിക്കും? പാരായിരിക്കും. ഹോർമോൺ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസസ്. യൂറിനറി ബ്ലാഡർ റീറ്റെയിൻ ടു നോർമൽ സ്റ്റേറ്റ്. മൂത്രസഞ്ചി പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന ആ പ്രവർത്തനം ചെയ്യുന്നത് ആരാണ്? സിമ്പത്തറ്റിക് ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ആര് ചെയ്യാം? ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഇവിടെ ആരെന്താ ചെയ്ത്? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അപ്പുറത്ത് എന്താ ചെയ്യുക? ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്, അവിടെ ഹാർട്ട് ബീറ്റ് ഡിക്രീസ് ഓർ നോർമൽ. ഇവിടെ ട്രക്കിയ ഡയലേറ്റ്, അപ്പുറത്ത് എന്തായിരിക്കും? ട്രക്കിയ കോൺസ്ട്രിക്റ്റ് അല്ലെങ്കിൽ നോർമൽ കോൺസ്ട്രിക്റ്റ്. ഈ മാറ്റങ്ങളാണ്. ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസസ്, പാര എന്തായിരിക്കും ചെയ്യുക? പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ്.
ഇവിടെ യൂറിനറി ബ്ലാഡർ റീറ്റൈൻ ടു നോർമൽ സ്റ്റേറ്റ്, പഴയ സ്ഥിതിയിലേക്ക് വരും മൂത്രസഞ്ചി. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തോ യൂറിനറി ബ്ലാഡർ കോൺസ്ട്രിക്റ്റ്. ഇവിടെ ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഗ്ലൂക്കോസ്, അവിടെ എന്തായിരിക്കും? ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഗ്ലൈക്കോജൻ. അപ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്കൊന്നും ഇവിടെ പരിചയപ്പെടാം. നിങ്ങൾക്ക് കാണാൻ വ്യക്തമായിട്ട് സിമ്പത്തറ്റിക്കിന് നേരെയായിട്ട് ഓപ്പോസിറ്റ് കറക്റ്റ് അങ്ങനെ തന്നെ പറയാൻ നമുക്ക് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസുകളാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഡിസീസസ് അഫക്റ്റിംഗ് നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസുകൾ എന്തൊക്കെയാണ്, പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് 3 ഡിസീസ് പ്രോബ്ലംസ് മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഒരുപാടുണ്ട്, പക്ഷെ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഓൺലി 3. വൺ ഈസ് അൽഷീമേഴ്സ്, സെക്കൻഡ് വൺ പാർക്കിൻസൺ ഡിസീസ്, തേർഡ് വൺ എപ്പിലെപ്സി. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരമാണ്. അൽഷീമേഴ്സ്, വാട്ട് ഈസ് അൽഷീമേഴ്സ്? Accumulation of insoluble protein in the neural tissues of the brain. As a result, neuron get destroyed. Accumulation of insoluble protein in the neural tissues of the brain. As a result, neuron get destroyed. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളിലൊക്കെ ഇൻസോലിബിൾ ആയിട്ടുള്ള പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിച്ചു പോകും. ബ്രെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ് ന്യൂറോൺ, ബില്യൺസ് ഓഫ് ന്യൂറോൺ. So this neuron get destroyed due to the accumulation of insoluble protein in the neural tissues of the brain. As a result, neuron get destroyed. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്തായിരിക്കും? ഇവിടെ കാണുന്ന സിംറ്റംസ്: ലോസ് ഓഫ് മെമ്മറി, inability to recognize friends, relatives. We cannot do routine works. നമുക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസം നേരിടും. ലോസ് ഓഫ് മെമ്മറിയാണ്, ഫ്രണ്ട്സിനെയും കുടുംബക്കാരെയും തിരിച്ചറിയാൻ കഴിയാത്ത വരിക. അതാണ് അൽഷീമേഴ്സ്. Second disease that Parkinson. Destruction of specialized ganglions. മസ്തിഷ്കത്തിലെ ന്യൂറോൺസിന്റെ ഗ്രൂപ്പ്സ്, that is ganglion. Destruction of specialized ganglions in the neural tissues of the brain or in brain. നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിൽ അല്ലെങ്കിൽ ന്യൂറോൺസിലെ ഗാംഗ്ലിയോൺസുകൾ എന്താവുക? നശിച്ചു പോവുക. നമ്മൾ നേരത്തെ പഠിച്ചത് പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമൈൻ ഡിക്രീസസ്. ഡോപ്പമിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ന്യൂറോൺ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. ദാറ്റ് ഈസ് പാർക്കിൻസൺ. ആ രോഗത്തെ വിളിക്കുന്ന പേരാണ് പാർക്കിൻസൺ. അവിടെ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ലോസ് ഓഫ് ബോഡി ബാലൻസ്, നമ്മുടെ ശരീരത്തിന്റെ തുലനാവസ്ഥ നഷ്ടപ്പെടുകയാണ്. ഷിവറിങ്, വിറയലാണ്. ബോഡി ബാലൻസ് നഷ്ടപ്പെട്ടു, കൂടെ ഷിവറിങ്. അടുത്തത് സലൈവേഷൻ, ഫ്രീക്വന്റ് സലൈവേഷൻ, വായിൽ നിന്ന് ഉമിനീരിങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഈ പാർക്കിൻസൺ രോഗത്തിന്റെ സിംറ്റംസ് ആയിട്ട് കാണപ്പെടുന്നത്. എപ്പിലെപ്സി, അപസ്മാരം. ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ ബ്രെയിൻ, നമ്മുടെ മസ്തിഷ്കത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റി, ക്രമരാഹിത്യം. നമുക്കറിയാം ഇമ്പൾസുകളൊക്കെ ഇലക്ട്രിക് ചാർജ് ആയിട്ടാണ് പോകുന്നത്. അപ്പം എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ഇറഗുലാരിറ്റി ഇൻ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ ബ്രെയിൻ, ബ്രെയിനിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ചാർജിൽ വരുന്ന ഇറഗുലർ ഫ്ലോ. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് എപ്പിലെപ്സി, അപസ്മാരം എന്ന് പറയും. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? അപസ്മാരത്തിൽ അൺകോൺഷ്യസ്നെസ്, ബോധക്ഷയം. ഉടനെ എന്താ സംഭവിക്കുന്നത്? ഷിവറിങ് ഓഫ് ദി ബോഡി, അല്ലെ, ബോഡിയുടെ ഷിവറിങ്. ഫ്രോത്തി ഡിസ്ചാർജ്, വായിൽ നിന്ന് നുരയും പതയും വരിക. ക്ലെൻസിങ് ഓഫ് ദി ടീത്ത്, പല്ലിങ്ങനെ കടിച്ചു പിടിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റുന്നതാണ്. അപ്പം all these are the diseases affecting to our nervous system, that are Alzheimer's, Parkinson, epilepsy. ഓക്കെ, ഇതോടുകൂടിയിട്ട് നമ്മുടെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന ചാപ്റ്റർ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു.